കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റി. അതിസുരക്ഷാ ജയിലിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ മുറിക്ക് സമീപമുള്ള GF1 എന്ന സെല്ലിലേക്കാണ് പ്രതിയെ മാറ്റിയത്. കനത്ത സുരക്ഷയാണ് വിയൂർ ജയിലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിയോഫിൻ വിശദാംശങ്ങൾ. അസിത, ഇന്ന് രാവിലെയാണ് ജയിൽ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെട്ട സംഘം ഗോവിന്ദച്ചാമിയുമായി വിയൂരിലേക്ക് തിരിച്ചത്. കണ്ണൂരിൽ നിന്നും രാവിലെ 7:15 കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട സംഘം ഉച്ചയ്ക്ക് 12:30 വിയൂരിലെത്തി. വിയൂരിലെ അതിസുരക്ഷാ ജയിലിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക. ഇവിടെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ക്രമീകരണമാണ് ഈ സെല്ലിലുള്ളത്. 192ഓളം സെല്ലുകൾ, ഏകാന്ത സെല്ലുകളുള്ള ഒരു സുരക്ഷാ ജയിലാണിത്. സെല്ലിനകത്തും പുറത്തും എല്ലാ കാര്യങ്ങളും നീക്കങ്ങളും അറിയുന്നതിനായുള്ള ഒരു സർവൈലൻസ് ക്യാമറ സിസ്റ്റം ഇവിടെയുണ്ട്. ഒപ്പം ഈ ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് പുറത്തിറങ്ങുന്നതിന്, അതായത് പ്രതികളെ ഉൾപ്പെടെ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ജയിലിനകത്തേക്ക് കടക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒരു ബോഡി സ്കാനിങ് സംവിധാനം, അതോടൊപ്പം തന്നെ ഒരു ബയോമെട്രിക് ഫിംഗർ ലോക്കിംഗ് സംവിധാനം, അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. കർശന നിരീക്ഷണമുണ്ട്. ഈ ജയിലിൻ്റെ ചുറ്റുപാടും തുടർച്ചയായി ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉണ്ടാകും. 9 ഏക്കറോളം സ്ഥലത്ത് ഒരു 3 നിലകളിലായാണ് ഈ അതിസുരക്ഷാ ജയിലുള്ളത്. 2019 ഈ ജയിൽ പണി പൂർത്തിയായി, നിർമ്മാണങ്ങളെല്ലാം പൂർത്തിയായി. കുറ്റവാളികളെ താമസിപ്പിച്ചു തുടങ്ങി, കുറ്റവാളികളെ അവിടെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. ഈ കണ്ടന്റ് സെല്ലിൽ പുറത്തേക്ക് ഇറങ്ങാനോ പരസ്പരം ഈ കുറ്റവാളികൾക്ക് കാണാനോ ഉള്ള ഒരു സംവിധാനമില്ല. അത്തരത്തിലുള്ള ഒരു കർശന ഒരു നിയന്ത്രണമുള്ള സെൽ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിലവിൽ 125 പേർ അവിടെ കുറ്റവാളികളായി ഉണ്ട്. ഇതിലേക്കാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ എത്തിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് എത്തിച്ച ശേഷം ഇയാളെ 1ാം നിലയിലുള്ള സെല്ലിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. പിന്നീട് താഴത്തെ നിലയിലുള്ള GF1 സെല്ലിലേക്ക് മാറ്റി. ഇവിടെ ജയിലുദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണ വലയത്തിലുള്ള ഒരു സെല്ലാണിത്. അതോടൊപ്പം ഈ ഗാർഡ് റൂമിൻ്റെ കൂടി സമീപത്താണിത്. അങ്ങനെ ഈ സെല്ലിൽ തന്നെ മറ്റൊരു സംവിധാനം കൂടി, അതായത് ഇത് കണ്ടം സെല്ലല്ല, കർശന നിരീക്ഷണ സംവിധാനം അല്ലെങ്കിൽ നിരീക്ഷണ വലയത്തിനുള്ളിലുള്ള സെല്ലാണെങ്കിൽ കൂടി ഈ മറ്റൊരു സംവിധാനം കൂടി ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇയാളെ തുടർച്ചയായി നിരീക്ഷണത്തിലായിരിക്കണം എന്ന ജയിൽ വകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മുകളിൽ 1ാം നിലയിൽ ആദ്യം പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ഈ ഓഫീസിന് സമീപത്തുള്ള അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് സമീപത്തുള്ള സെല്ലിലേക്ക് മാറ്റുന്നത്. ഒപ്പം ഇയാളുടെ നീക്കങ്ങൾ, ജയിൽ ചാടാനോ മറ്റോ ഇനി എന്തെങ്കിലും നീക്കങ്ങൾ ഇയാൾ നടത്തുകയാണെങ്കിൽ ഇയാളുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇവിടെ തന്നെയുള്ള ഒരു കൊടും കുറ്റവാളിയായ മറ്റൊരാളെ ഇയാളുടെ ഈ സെല്ലിലൊപ്പം താമസിപ്പിക്കാനുള്ളൊരു നീക്കം ആലോചിക്കുന്നുണ്ട്. കാരണം ഈ കുറേ വർഷമായി ഇവിടെയുള്ള ഒരാൾ, അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരങ്ങൾ, എന്തെങ്കിലും ഈ ഗോവിന്ദച്ചാമിയുടെ നീക്കത്തിൽ പെരുമാറ്റങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ജയിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, അങ്ങനെ ഒരാളെ ഇയാളുടെ സെല്ലിൽ ഒപ്പം താമസിപ്പിക്കാനുള്ള ഒരു ആലോചന ജയിൽ വകുപ്പിനുണ്ട്, ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷേ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി ഒരുപക്ഷെ കണ്ടന്റ് സെല്ലിൽ തന്നെ ആക്കുമോ എന്ന കാര്യവും പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ ജയിൽ അധികൃതർ ഇനി കൂടിയാലോചിച്ച് ചിലപ്പോൾ തീരുമാനമെടുത്തേക്കാം. അതിൽ മാറ്റം വന്നേക്കാം. കണ്ടന്റ് സെല്ലാണെങ്കിൽ ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, മറ്റു കുറ്റവാളികളെ കാണാൻ കഴിയില്ല, സെല്ലിലുള്ള കുറ്റവാളികളെ കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു 195ഓളം സെല്ലുകൾ ഈ അതിസുരക്ഷാ ജയിലിലുണ്ട്. വളരെ വീതി കുറഞ്ഞ മുകളിലേക്ക് കെട്ടി ഉയർത്തിയ കണ്ടം സെല്ലുകളാണ്. ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട, ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറക്കില്ല. അത്തരത്തിലുള്ള കർശന സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയുള്ള ഒരു ജയിലായിരിക്കും ഇത്. കാരണം പുറത്തിറങ്ങി കയറി കാരണം കണ്ണൂരിലെ കാര്യം നമുക്കറിയാം. പുറത്തിറങ്ങിയ അയാൾ വസ്ത്രങ്ങൾ ശേഖരിച്ചു, ആയുധങ്ങൾ ശേഖരിച്ചു, ഈ ജയിൽ കമ്പി മുറിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ നടത്തി. എന്നിട്ട് പോലും നിരീക്ഷണത്തിൽ അല്ലാതെ, കാരണം ആ നിരീക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഒരുപക്ഷെ അത് അറിയാതെ പോയത്. അങ്ങനെയെങ്കിൽ ഇയാളുടെ എല്ലാ ചലനവും നിരീക്ഷിക്കുന്നതിനുള്ള കർശന സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലുള്ളത്. ശരി.